അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബുഷിയെ കൊണ്ടുവരാൻ അന്നതാ അൻഷിഫ് നേരത്തെ എത്തി. ബുഷി, ആ ഇക്ക, ഞാൻ ഇത്ര പെട്ടെന്ന് വരുന്നെന്ന് വിചാരിച്ചില്ല. എൻ്റെ പെണ്ണെ ബുഷി, സത്യം പറയാലോ, ഇന്നലെ ഞാൻ പോയിന്നേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ആ പിന്നെ എന്തൊക്കെയുണ്ട് മോനെ? അപ്പോഴേക്കും ഉമ്മ വന്നു. മോനെ, അല്ല 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ ഉമ്മ പറഞ്ഞപ്പോഴേക്കും പോയില്ലേ? അല്ലെങ്കിൽ ഉമ്മാനോട് സ്നേഹമുള്ള മക്കൾ അങ്ങനെ തന്നെ ആയിരിക്കും. ആ എന്നാലും കുഴപ്പമില്ല. ബുഷി പിന്നെ ഇവരൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. അല്ല മോനെ, എന്തൊക്കെ വീട്ടിലത്തെ വർത്താനം? ഉമ്മാൻ്റെ വർത്താനം എന്താ? അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. ആ ആയിക്കോട്ടെ മോളെ ബുഷിയേ. ആ ഉമ്മ. അവൾ അപ്പോഴേക്കും അപ്പുറത്തേക്ക് പോയിരുന്നു എന്തോ എടുക്കാൻ വേണ്ടി. അതെ, നീ അവിടെ പോയി ഇരിക്ക് പെണ്ണേ ഓൻ്റെ അടുത്ത്. എന്താ അങ്ങനെ? ഓന് വന്നിട്ട് വന്നു എന്നല്ലാതെ വേഗം അപ്പുറത്ത്. അല്ലുമ്മ, അതെനിക്ക് എൻ്റെ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ. ഓ എൻ്റെ പെണ്ണേ, അതൊക്കെ പിന്നെ എടുക്കുക. അവിടെ ഇരിക്കും മോനെ. ആ മോനെ ഇരിക്കട്ടോ, ഉമ്മ ചായ ഉണ്ടാക്കട്ടെ. ഉമ്മ ചായ ഒന്നും വേണ്ട, ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ, ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാണ്ട്. മോനെ, അല്ല ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ? ഡ്യൂട്ടി ഇന്ന് ഞാൻ ലീവ് എടുത്തതാണ്. ഓ അങ്ങനെ. ഇടയ്ക്കൊക്കെ ഒന്ന് ലീവ് എടുത്തോണ്ട് നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സമാധാനമൊക്കെ നിങ്ങൾ കണ്ടെത്തണ്ടേ? അല്ലാതെ എപ്പോഴും പൈസ പൈസ എന്ന് കരുതി മരിച്ചാൽ പറ്റൂലല്ലോ. കുറച്ചൊക്കെ ഇടയ്ക്ക് ലീവൊക്കെ എടുക്കണേ. എന്നെങ്കിലല്ലേ നിങ്ങൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. വൈകാതെ തന്നെ ഇൻഷാ അല്ലാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണാനുള്ള ആഗ്രഹമൊക്കെ ഉമ്മാക്ക് നല്ലോണം ഉണ്ട്. കാരണം ആരുമില്ലേ, അപ്പോൾ പിന്നെ മോനും മോളും തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്തായാലും എന്നാൽ അത് കേട്ടപ്പോൾ അൻഷിഫിൻ്റെ മുഖം വല്ലാതെയായി. അവൻക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രയാസം. എന്നാൽ തന്നോട് സിനാൻ പറഞ്ഞ ആ കാര്യം ഓർത്തപ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷവും വന്നു. ഉമ്മ ഇൻഷാ അല്ലാ അതൊക്കെ റെഡിയാവും. മോനെ, ഏതായാലും കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിശേഷമുണ്ടോ, വിശേഷമായോ എന്നുള്ളതൊക്കെ. അപ്പോൾ അമ്മായി എന്തൊക്കെയോ ഓളോട് ചോദിച്ചിരുന്നു. അത് കേട്ടപ്പോൾ അൻഷിഫ് ഒരു നിമിഷം ഞെട്ടി. പഠിച്ചോനെ, എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? എന്തായാലും എല്ലാവരുടെയും തെറ്റിദ്ധാരണകൾ വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകണം, അതായിരുന്നു അവൻ്റെ ആഗ്രഹം. ഉമ്മ എല്ലാം ശരിയാവും ഇൻഷാ അല്ലാ. എന്നാൽ ഒരിക്കൽ പോലും തനിക്കതിനുള്ള ശേഷിയില്ല എന്നുള്ള കാര്യമോ അതൊന്നും ആ ഉമ്മ അറിഞ്ഞില്ല. പാവം ബുഷി തൻ്റെ ഭർത്താവിനെ ചതിച്ചതുമില്ല. കാര്യം അവൾ വിചാരിച്ചു, റബ്ബേ, എല്ലാ മനുഷ്യരെയും പഠിച്ചവും ഒരുപോലെ സൃഷ്ടിക്കില്ലല്ലോ. ഓരോരുത്തരൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും ഞാൻ ഇങ്ങനെ പറഞ്ഞാലേ ഞാൻ പഠിച്ചവനെ എനിക്കും കുറ്റം പറയാം. പഠിച്ചവനെ, ഞാൻ അങ്ങനെയൊന്നും പറയില്ലല്ലോ. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ എത്ര ആളുകളുടെ കാലുകളും കൈകളും കാഴ്ച നഷ്ടപ്പെടുന്നു, തലക്ക് പരിക്ക് പറ്റുന്നു, കോമ സ്റ്റേജിൽ കഴിയുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹു എനിക്ക് അനുഗ്രഹമല്ലേ നൽകിയത്. ബുഷിയുടെ മനസ്സ് അതായിരുന്നു. എന്നാൽ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഷാമിലിനെ കുറിച്ചുള്ള ആ ഒരു ചിന്ത ഇടയ്ക്കിടെ വരുമായിരുന്നു. ഹോ, ഷാമിൽ എന്തെന്നറിയില്ല. ഇല്ല, പഠിച്ചവൻ വിധിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും. സാരല്ല, ഒരിക്കൽ പോലും ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ വിഷമിപ്പിക്കില്ല എന്നും അവൾ മനസ്സിൽ വിചാരിക്കുമായിരുന്നു. എന്നാൽ ഈ സമയത്ത് അതാ ഉമ്മയുടെ ഫോണിലേക്ക് അജ്മൽ വിളിക്കുന്നു. അല്ല, മോനല്ലേ വിളിക്കുന്നത്? ഹലോ മോനെ. ആ മോനെ അജ്മൽ. ഉമ്മ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പെരുന്നാളൊക്കെ ഇങ്ങനെ റാഹത്തായില്ലേ? അതെ മോനെ, അൽഹംദുലില്ലാ റാഹത്താണ്. ബുഷി 2 ദിവസം നിന്നും ചെയ്ത്. ആ അല്ലുമ്മ, ബുഷി എവിടെ? അവിടെ പോയോ? ഇല്ല മോനെ, കൊണ്ടുവരാൻ വന്നിക്കണ് ഓനെ. ആണോ? ആ പിന്നെ ബുഷി ഉമ്മാനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്ത്? അല്ല എന്തെങ്കിലുമൊക്കെ അവിടെ വല്ല പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ? എന്താ മോനെ ഈ പറയണത്? അൽഹംദുലില്ലാ റാഹത്താണ് നമ്മളെ കുട്ടിൻ്റെ കാര്യത്തിൽ. നല്ല സ്വഭാവമുള്ളൊരു ഉമ്മാനും കിട്ടിയിരിക്കണ്, പുതിയാപ്പിളിനും കിട്ടിയിരിക്കണ്. ഓനെന്താ വന്നിക്കണേ കൊണ്ടുപോകാനേ? അല്ലുമ്മ, എനിക്ക് ബുഷിയോടൊന്ന് സംസാരിക്കേണ്ടിനോ? ആ മോളെ ബുഷിയെ, എടി കാക്കത്തെ വിളിക്കണേ, ഫോൺ എടുത്താ. അപ്പോൾ തന്നെ ബുഷി ഫോൺ വാങ്ങി. ഹലോ മോളെ ബുഷി, എന്തൊക്കെയാക്കാൻ്റെ കുട്ടീൻ്റെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ സുഖം തന്നെ. ആ പിന്നെ എന്താ പോവാൻ നിൽക്കണോ? അതേ കാക്ക, പോട്ടെ, കൊണ്ടുവരാൻ വന്നിക്കണേ. ഓ അങ്ങനെ. അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ തീരെ നിൽക്കാൻ ഗ്യാപ്പില്ലേ? എന്ന് വെച്ചാൽ എനിക്ക് നിൽക്കുകയൊക്കെ വേണേൽ ചെയ്യാം, പക്ഷേ ഇക്ക പാവല്ലേ. എൻ്റെ മോൾക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ?
ഏയ് ഇല്ലക്ക, ഒരു ബുദ്ധിമുട്ടുമില്ല. മോൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതൊന്നും ഇല്ലാന്നേ. ഓ, ആ, എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ. ആയിക്കോട്ടെ ഇക്ക, നിങ്ങൾ വിഷമിക്കല്ലേ. ഇക്കയൊക്കെ എന്താ ഇത്ര വിഷമം? ഒന്നുമില്ല. എന്നാൽ അതാ ഈ സമയം അതാ അവളെ വിളിക്കുന്നു അൻഷിഫ്. ബുഷി, പോകാൻ നോക്കല്ലേ? എത്ര സമയമായി? എന്താ നീ വരാത്തത്? ആ അതെ, ഇക്ക വിളിക്കുകയായിരുന്നു. ആ ഓക്കെ ഓക്കെ, വാ ഇറങ്ങാൻ നോക്ക്, വേഗം സമയമില്ല, വേഗം പോകണം, ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതാണ്. എന്നാൽ ബുഷിക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം. അതെ, അവൾക്ക് ഒരു കുഞ്ഞിനെ വേണം, അത്രക്കും ആഗ്രഹമാണ് അവൾക്ക്. മോളെ ബുഷി, നിന്റെ മാറ്റിൽ ഇപ്പോഴും കഴിഞ്ഞില്ലേ? അവൻ എത്ര നേരമായി കാത്തുക്കണ്. പാവാണ്, എത്ര സമയമായി. ഉമ്മ അതപ്പം കഴിഞ്ഞു, ഞാനിപ്പോൾ മാറ്റിക്കോളാം ഉമ്മ. അവൾ അതാ അപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ബുഷി, ഇതുവരെ കഴിഞ്ഞില്ലേ നിന്റെ മേക്കപ്പ്? ഇല്ലിക്ക, കഴിഞ്ഞു. പോകാം. പിന്നെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ അധികം മേക്കപ്പും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇക്ക, എന്ന് പോവാം. അങ്ങനെ അതാ ബുഷി പടിയിറങ്ങുന്നു. ഉമ്മ പോയിട്ട് വരാം. ഉമ്മക്ക് സലാം പറഞ്ഞ് ചുംബനം നൽകിക്കൊണ്ട് അവൾ ഇറങ്ങുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പൊന്നു മോളെ, നല്ല രീതിയിൽ ജീവിക്കാൻ കേട്ടോ മോളെ. ആ, പിന്നെ ഭർത്താവ് പറയുന്നതൊക്കെ അനുസരിച്ച് കേട്ട് ഉമ്മാനെയൊക്കെ ബഹുമാനിച്ച് നിൽക്കണം കേട്ടോ. ആയിക്കോട്ടെ ഉമ്മ. അങ്ങനെയതാ ബുഷി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാലും അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷമായിരുന്നു. അവൾ കാറിൽ കയറി. ഉമ്മയോട് ഒരിക്കൽ കൂടി സലാം പറഞ്ഞ് ടാറ്റ കൊടുത്ത് ഉമ്മ ഗേറ്റ് വരെ നോക്കി നിന്നു. അങ്ങനെ അതാ ആ കാറിൽ കയറി അവൾ പോയി. അൻഷിഫ് ചോദിച്ചു, ബുഷി വീട്ടിലേക്ക് പോകണോ ആദ്യം? വീട്ടിലേക്ക് എങ്ങനെയാലും കുഴപ്പമില്ല. അല്ല, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന്. ഓ, ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് നമുക്കിപ്പോൾ മക്കൾ ഇല്ലാത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ. ഇക്ക, പിന്നെ എന്തായാലും എൻ്റെ ഇക്കാൻ്റെ കുഞ്ഞല്ലേ, അത് എങ്ങനെയൊക്കെ തന്നെയായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് പോകാം. എന്നാൽ ഈ സമയം അജ്മൽ വിചാരിക്കുന്നു, ബുഷി ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവൾ പറയൂല, എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇത് അവളൊന്നും പറഞ്ഞതുമില്ല. അപ്പോൾ തന്നെ അജ്മൽ ഉമ്മാക്ക് വിളിക്കുന്നു. ഹലോ ഉമ്മ. ആ, ബുഷി പോയോ? അതേ മോനെ, പോയി. എന്തേ? ഒന്നുമില്ല. അല്ലുമ്മ, അവൾ ഹാപ്പി അല്ലേ? ആടാ, എന്തേ, എന്ത് പറ്റി? ഇന്നലെ അവൻ പോയ സമയത്ത് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഓക്കെ ആയി. പിന്നെ അവൻ വിളിച്ച് രാവിലെ കൊണ്ടുവരാൻ വരിക എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഓള് ഹാപ്പിയാണെടാ. പഠിച്ചവനെ, എൻ്റെ കുട്ടിക്ക് നല്ല ജീവിതം അതുപോലെ തന്നെ ജീവിക്കട്ടെ എന്ന് സ്നേഹം ഉണ്ടാവട്ടെ. അജ്മലിന് പിന്നെയും എന്തൊക്കെയോ ഒരു സംശയം. ഉമ്മ, അവരെങ്ങോട്ട് പോയത്? അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞു, ഡോക്ടർ കാണിക്കണമെന്നോ എന്തൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഓ അങ്ങനെ. പിന്നെ അവളൊന്നും ജസ്റ്റ് ഒന്നും ടെൻഷനിലൊന്നും പറഞ്ഞില്ല മോനെ, നല്ല ഹാപ്പിയാണ് അവളെല്ലാം കൊണ്ടും ഹാപ്പിയാണ്. ആ ഓക്കെ ഓക്കെ, എന്നാൽ ശരി. അങ്ങനെ അത് അജ്മൽ ഫോൺ വെച്ചു. പിന്നെ ഷാമിൽ എന്താ പറഞ്ഞത്? എന്തൊക്കെ ദുരൂഹത ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ? ഷാമിൽ ഇപ്പം അങ്ങനെ പറയുമോ? എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് കൂടെ നിന്ന് എനിക്ക് സപ്പോർട്ടായി എല്ലാത്തിനും കൂടെ നിന്ന അവനിപ്പോൾ ഇങ്ങനൊന്നും പറയില്ലല്ലോ. ഇനിയൊരു പക്ഷേ ഷാമിലിന് അവളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഇഷ്ടം അതിപ്പോൾ നടക്കാതെ പോയതുകൊണ്ട് അവനങ്ങനെ എന്തെങ്കിലും പറയായിരിക്കുമോ? ശരിക്കും അവനക്ക് ഒരു തെറ്റിദ്ധാരണ വന്നു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൻ അത്തരക്കാരനൊന്നുമല്ല. എന്നാൽ ഈ സമയം അതാ ബുഷിയും അവളും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നാൽ അവർ ഹോസ്പിറ്റലിൽ ഇറങ്ങി. അവർ ഇറങ്ങുമ്പോൾ തന്നെ അതാ അവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ സിനാൻ. എന്നാൽ സിനാനെ കണ്ടതും അൻഷിഫ് നല്ല രീതിയിൽ സംസാരിച്ചു. ബുഷി മുഖത്തേക്ക് പോലും നോക്കിയില്ല. അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു സിനാനെ. സിനാൻ അത്ര ശരിയല്ല, അവന് എന്നെ വെച്ച് മുതലാക്കാൻ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, അഥവാ ഇതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഷാമിലുമായുള്ള നിൻ്റെ ബന്ധം അല്ലെങ്കിൽ നിൻ്റെ ചിത്രങ്ങൾ ഞാനെടുത്ത് രൂപമാറ്റം വരുത്തി ഞാൻ അവന് കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയമായിരുന്നു. സിനാൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കിയില്ല. എങ്കിലും സിനാൻ നേരെ അടുത്തേക്ക് വന്ന് അവളെ വിളിച്ചു. അല്ല ബുഷി, എന്താ ഇറങ്ങുന്നില്ലേ? അവളൊന്നും മിണ്ടിയില്ല. എന്താ, പിണക്കാണോ എന്നോട്? എന്തിനാ പിണക്കം? നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്താണോ കുഴപ്പമായത്? പിന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു കുഞ്ഞുണ്ടായി കാണുന്ന എൻ്റെ മനസ്സിലത്തെ വല്ലാത്ത ആഗ്രഹമാണ് ബുഷി. ഇനിയിപ്പോൾ കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം എന്നോട്. അതായത്
ഞാൻ എനിക്ക് നിന്നോട് ഇഷ്ടം കൊണ്ടാണ്, അല്ലാതെ ഒരിക്കലും ദേഷ്യം കൊണ്ടല്ല. എന്നാൽ അവൾക്ക് സങ്കടം മറ്റൊന്നുമല്ലായിരുന്നു. ഷാമിലിനെ കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സിനാന്. അതുകൊണ്ട് തന്നെ അവൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അവളുടെ മുഖം അല്പം ഗൗരവത്തിൽ തന്നെ നിന്നു. എന്താ ബുഷി, എന്തെങ്ങനെ? പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ദേഷ്യം പിടിക്കുമ്പോഴും നിന്റെ മുഖത്തിന് വല്ലാത്തൊരു മൊഞ്ചാണ് കേട്ടോ. അതെ, അപ്പോഴും അയാളുടെ ആ ഒരു വാക്കുകൾ അവളുടെ ചെവികൾ പൊത്തി. ഇഷ്ടമല്ല അവൾക്കൊരിക്കലും സിനാനെ. എന്നാൽ സിനാനാണെങ്കിൽ അതെ, അൻഷിഫിനെ പറ്റിച്ച് അവളെ ഒന്ന് മുതലാക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അൻഷിഫ് ഡോക്ടർ, നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം തന്നെ തുടങ്ങേണ്ടി വരും. ഒരു 2-3-4 പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് ഒന്ന് ക്ലിക്കായി കിട്ടുള്ളൂ. ചിലതൊന്നും റെഡിയാവില്ല, ഒക്കെ പഠിച്ചോൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇന്ന് തന്നെ? ശരിക്കും അതാ ബുഷിയെ ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ബുഷി, നീ ഇവിടെ ഇരിക്കേ. അങ്ങനെ അതാ അൻഷിഫും ബുഷിയും അവിടെ ഇരുന്നു. പെട്ടെന്ന് സിനാൻ അവരുടെ മുമ്പിലേക്ക് വന്നു. ആ റൂമിൻ്റെ ഡോർ നടച്ചേക്കൂ, മറ്റൊരു സിസ്റ്ററോട് അത് പറഞ്ഞു. ബുഷി, അൻഷിഫ്, ഞാൻ നിങ്ങളൊരിക്കലും ക്ലാസ് എടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതായത് നമ്മുടെ സർജനാണ് നമ്മുടെ അൻഷിഫ്. നീയാണെങ്കിൽ GNM നേഴ്സുമാണ്. എനിക്കറിയാത്ത പലതും നിങ്ങൾക്കറിയാമായിരിക്കാം. പക്ഷേ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ, ബുഷി, ഞാൻ നിന്നോട് എന്തെങ്കിലും പറയുന്നതിന് കുഴപ്പമുണ്ടോ? അവൾ മൗനം പാലിച്ചു. അൻഷിഫ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അവൾക്ക്, നിങ്ങൾ പറഞ്ഞോളൂ. പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് എന്നുള്ളത് ആരുടെയും സ്വപ്നമാണല്ലേ. ആരുടെയും സ്വപ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും വിവാഹം കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞാൽ അടുത്തതൊരു കുഞ്ഞെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക് വരും സ്വാഭാവികമായിട്ടും. അതായത് 2 പേരുടെയും രക്തം ഒരുമിച്ച് ചേർന്നൊരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ അല്ലേ. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വീട്ടുകാർ തന്നെ ചോദിക്കും, എന്തായി, വല്ലതായോ, ഡേറ്റ് തെറ്റിയോ, അങ്ങനെയൊക്കെ പല രീതിയിൽ. പ്രത്യേകിച്ച് ബുഷിയോടായിരിക്കും ചോദിക്കുക, അവളുടെ വീട്ടുകാർ ചോദിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അൻഷിഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ്റെ മുമ്പിൽ തന്നെയാണ് അവനത് അവതരിപ്പിക്കുന്നത്. അൻഷിഫിനെന്ന് വെച്ചാൽ മക്കളുണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. വെറും 2% അതിലുള്ളൂ. അതും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വല്ല അത്ഭുതങ്ങളും സംഭവിച്ചാൽ മാത്രം 2%. ബാക്കി 98 അവൻ്റെ ജീവിതത്തിൽ മക്കളുണ്ടാവില്ല. പക്ഷെ ബുഷിക്കാണെങ്കിൽ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് ചെറിയൊരു ക്ലാസ് എന്ന രീതിയിൽ പറയുന്നത്, സാധാരണയായി കൃത്രിമ ഗർഭധാരണം, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ IUI എന്ന് പറയും. അതൊരു ചികിത്സയാണ്. ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുള്ള ദമ്പതികൾക്ക് ഡോക്ടർമാർ ഇത് നിർദ്ദേശിക്കാറുണ്ട്. ഇത് സാധാരണയായി ചെയ്യുന്ന രീതി ഞാനൊന്ന് ചെറുതായി വിശദീകരിക്കാം. അതായത് ഭർത്താവിൻ്റെ ബീജം ശേഖരിക്കുന്നു ഫസ്റ്റ്. പിന്നീട് ലാബിൽ ബീജത്തെ ശുദ്ധീകരിച്ച് ഏറ്റവും നല്ലതും സജീവവുമായ ബീജകോശങ്ങൾ വേർതിരിക്കുന്നു. ഒരുപാടുണ്ടാവുമല്ലോ അല്ലേ, അതിൽ നിന്ന് ഏറ്റവും നല്ലത്. പിന്നെ സ്ത്രീയുടെ അണ്ടോത്സർഗ ഓവുലേഷനിൽ സമയത്ത് ഒരു നേർത്ത ട്യൂബ് ഉപയോഗിച്ച് ബീജം ഗർഭപാത്രത്തിനുള്ളിലേക്ക് നിക്ഷേപിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ. പിന്നെ തുടർന്ന് സ്വാഭാവികമായിട്ട് ബീജം അണ്ടവുമായി ചേരുകയാണെങ്കിൽ ഗർഭധാരണം സംഭവിക്കുകയും ചെയ്യും. സാധാരണ ഇത് ഒരു വേദന കുറഞ്ഞൊരു ചികിത്സയാണ്. ആശുപത്രിയിലോ ഫെർട്ടിലിറ്റി ക്ലിനിക്കിലോ ഏതാനും മിനിറ്റുകൾക്ക് ഉള്ളിൽ ചെയ്യാൻ കഴിയും. അങ്ങനൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിത്തീരും, നിങ്ങൾക്ക് നിങ്ങളുടേതായ മക്കൾ ഉണ്ടായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ബുഷി പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അൻഷിഫ് സാറിൻ്റെ അതെടുത്തിട്ട് നമുക്കിത് നിക്ഷേപിക്കാം. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ആ സമയത്ത് നീ അൻഷിഫ് റൂമിൽ വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം ഇത് ചിലപ്പോൾ നേഴ്സായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ വലിയ നേഴ്സുമാരുണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ഡോക്ടർമാർ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതുകൂടാതെ ചില ദമ്പതികൾക്ക് IVF, ടെസ്റ്റ് ട്യൂബ് ബേബി, അങ്ങനത്തെ സംഭവം ഉണ്ട് കേട്ടോ. ചികിത്സയും ഇങ്ങനെ ചെയ്യാറുണ്ട്. അതിൽ അണ്ടവും ബീജവും ലാബിൽ ചേർത്ത് ഭ്രൂണം രൂപപ്പെടുത്തി പിന്നീട് ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നു. അതായിരിക്കും. അപ്പോൾ പല രീതിയിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. പിന്നെ അത് മാത്രമല്ല, സാധാരണയായി ഡോക്ടർമാർ ആദ്യം
IUI ശ്രമിക്കുകയും അത് വിജയിക്കാത്തതോ ചില പ്രത്യേക കാര്യങ്ങളിലോ IVF നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട്. കൃത്യമായ വിജയസാധ്യത ഓരോ ദമ്പതികളുടെയും ആരോഗ്യസ്ഥിതിയെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കുന്നത്. അതായത് നിങ്ങൾ ഓക്കെ ആരോഗ്യവാന്മാരാണ് എങ്കിൽ ഓക്കെ നിങ്ങൾക്ക് നല്ലൊരു കുട്ടി വൈകാതെ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ചെറിയൊരു രൂപം ഞാൻ വിശദീകരിച്ചത്. മക്കൾ നിങ്ങൾക്ക് വേണം, പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ആ ഒരു സ്ഥിതിക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യായിരിക്കും ഉത്തമം. അതുകൊണ്ട് ബുഷി ഒരു പേടിയും പേടിക്കണ്ട. നിൻ്റെ ഭർത്താവിന് വേണ്ടി നീ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഓക്കെ, നമുക്ക് ചികിത്സാ രീതികൾ ഇന്ന് വേണോ നാളെ വേണോ? എന്നാൽ അത് കേട്ട് ബുഷി പറഞ്ഞു, നാളെ ചെയ്യാം. ഓ, അപ്പോൾ ഇന്ന് തന്നെ ഇന്ന് ചെയ്താൽ നാളെ കണ്ടിന്യൂ ചെയ്താൽ മതി. നിങ്ങൾ വെറുതെ ഇക്ക നമുക്ക് പോകാം ഇപ്പോൾ. അങ്ങനെ അതാ അവർ വീട്ടിലേക്ക് പോകുന്നു. സർ, എന്നാൽ ഞങ്ങളെന്നാ പിന്നെ വരാം, നാളേക്ക് വരാം കേട്ടോ. ആ, ഓക്കെ ഓക്കെ, നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുത്തോളൂ. നിങ്ങൾക്കൊരു കുഞ്ഞ് എന്ന ലക്ഷ്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിനിറ്റുകൾക്ക് ചെയ്യേണ്ട പരിപാടിയാണ്. വേറെ ഒന്നുമില്ല, എത്രയോ ആളുകൾ ചെയ്യുന്നുണ്ട്. കാര്യം നേരിട്ടൊരു പക്ഷേ അങ്ങനെയൊക്കെ പറ്റിയില്ല, ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. ഇക്ക നമുക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകാം. എന്ത് പറ്റി ബുഷി? എന്താ പെട്ടെന്നൊരു പോക്ക്? വേണ്ടേ, കുഞ്ഞുങ്ങളൊന്നും വേണ്ട, ഇങ്ങനെ നടന്നാൽ മതിയോ? സിനാൻ്റെ ശബ്ദം അല്പം ഉച്ചത്തിലായിരുന്നു. എന്നാൽ അതാ അൻഷിഫ് അവളെ നോക്കി. ബുഷി, എന്താ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു? ഇക്ക നമുക്ക് പിന്നെ വരാം, വരി പോവുക. അവളതാ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു. ബുഷി, എന്ത് നീ പറയുന്നു? അതിനു വേണ്ടി ഒരുങ്ങി വന്നിട്ട് നമുക്കെന്താ കുഞ്ഞുങ്ങൾ വേണ്ടേ? അത് വരാം, നമുക്ക് വരി. അങ്ങനെ അതാ അൻഷിഫും എഴുന്നേറ്റു. അൻഷിഫ് അവളുടെ പിന്നാലെ പോയി. അവൾ കൈ പിടിച്ചുകൊണ്ട് മുന്നിലും. എന്താ ബുഷി നീ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത്? ആ ഡോക്ടർ എന്ത് വിചാരിക്കുന്നില്ലെങ്കിൽ? ഡോക്ടർ ഒന്നും വിചാരിക്കാനില്ല, നിങ്ങൾ വന്നേ. ശരിക്കും അൻഷിഫിനെ കൊണ്ടുപോകുന്നത് സിനാൻ നോക്കി നിന്നു. ഇവൾക്ക് എന്തിൻ്റെ കേടാ? ബെസ്റ്റ്. അങ്ങനെ അതാ നേരെ കാറിനടുത്തേക്ക് അവൾ വന്നു നിന്നു. എന്നാൽ അൻഷിഫ് പറഞ്ഞു, ബുഷി ഇനി എന്നെ നിർബന്ധിക്കരുത് കേട്ടോ. കുഞ്ഞ് വേണം കുട്ടി വേണമെന്നൊന്നും പറയാനേ പാടില്ല. എന്താ നീ എന്ത് നഷ്ടപ്പെടുത്തുന്നത്? നമുക്ക് വേണ്ടേ ഒരു കുഞ്ഞുങ്ങൾ? എനിക്കും ഉണ്ടാവില്ലേ ഒരു കാണാൻ ആഗ്രഹം? എന്തൊക്കെ തന്നെയായാലും നമുക്ക് നോക്കാലോ. എല്ലാ രീതിയിലും മെഡിക്കൽ ഇപ്പോൾ ഉയർന്നു വന്നതാണല്ലോ. നമുക്ക് ശാസ്ത്രലോകം ഉയർന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്തൂടെ? എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതല്ലേ. ഇക്ക വണ്ടിയിൽ കയറി നമുക്ക് പോകാം. അങ്ങനെ അതാ അവർ കാറിൽ കയറി യാത്ര ചെയ്യുന്നു. എന്നാൽ സിനാൻ അതെല്ലാം നോക്കി നിൽക്കുന്നു. ഇഡിയറ്റ്. അവളുടെ വാക്ക് കേട്ട് അവനങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ഒന്നും പറയാനും ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. എന്നാൽ ഈ സമയം അതാ ബുഷി അതാ കാറിൽ നിന്ന് പറയുകയാണ്, ഇക്ക എന്താ ബുഷി നീ പെട്ടെന്ന് ഇറങ്ങിപ്പോയത്? നീ എന്താ അങ്ങനെ ചെയ്തത്? നമുക്ക് വേണ്ടി അവൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമ്മളുടെക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു നിന്നിട്ട് നിനക്കെന്താ മക്കളൊന്നും വേണ്ട ഇപ്പോൾ? എന്നാൽ ബുഷി കരയുകയായിരുന്നു. ഇക്ക അത് എനിക്ക് എന്തൊക്കെയൊരു... എന്താ ബുഷി നീ ഇങ്ങനെ? ഞാൻ ഒരു കാര്യം ബുഷിയോട് ഞാൻ പറഞ്ഞതാണ് ആദ്യമേ. എനിക്ക് ഒരിക്കലും വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. എനിക്ക് കിട്ടിയതാണെങ്കിൽ ഒരു സുന്ദരി പെണ്ണിനെയും. അപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു ഒരു വട്ടം. അതായത് ബുഷി, എനിക്കൊന്നിനും കഴിയില്ല, എന്നിൽ നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കരുത്. ശരിയാണ്, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കൊണ്ടുവന്ന് തരും, നിനക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്യും. പക്ഷേ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതെനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നീ ഒന്നും പറഞ്ഞില്ല കാര്യമായിട്ട്. ബുഷിയോട് ഞാൻ പറഞ്ഞിരുന്നു, വേണമെങ്കിൽ എന്നെ ഡൈവേഴ്സ് ചെയ്ത് നിനക്ക് പോകാം, കുഴപ്പമില്ല, കാരണം എനിക്ക് ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ കഴിയൂ എന്നുള്ളത്. അവർ ഓരോന്ന് പറഞ്ഞപ്പോഴേക്കും വീടിൻ്റെ ഗേറ്റ് എത്തി. അങ്ങനെ അത് ഡോക്ടർ വണ്ടി അകത്തേക്ക് കയറ്റി. അല്ലാ, ആര് മക്കൾ വന്നോ? ഉമ്മ കാത്തിരിക്കുന്നുണ്ട്. മോളെ, പഠിച്ചവനെ. ഉമ്മ അപ്പോഴേക്കും ഇറങ്ങിച്ചെന്ന് അതാ കാറിൽ നിന്ന് അവളെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ഉമ്മ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. മോള് വന്നോ? സത്യം പറഞ്ഞ മോളെ, അവന് ഉണ്ടാവുമ്പോൾ നീ ഇല്ലാതെ എനിക്ക് കഴിയണില്ല മോളെ. എനിക്ക് വല്ലാത്തൊരു സങ്കടമാകാണ്. സ്നേഹത്തോടെ ആ ഉമ്മ അതാ അവളെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. മോളെ, മോൾക്ക് എന്താ വേണ്ടത്? ചായ വേണോ ജ്യൂസ് വേണോ? ഉമ്മ, ഒന്നും വേണ്ട ഉമ്മ, ഞാൻ കുടിച്ചോളാം. ആ, എന്താ മോളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? നിങ്ങൾ നേരിട്ട് വീട്ടിൽ നിന്ന് വരികയാണോ? അവൻ പറഞ്ഞു, അല്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വരികയാണ്. എന്തേ മോന് ഹോസ്പിറ്റലിൽ പോകാൻ കാരണം? ഒന്നുമില്ല, അത് അവനക്കത് പറയാൻ അല്പം
മടി തോന്നി ഉമ്മയോട്. ഉമ്മ അത് അത്യാവശ്യമായിട്ടൊരു പ്രഗ്നൻസിൻ്റെ കാര്യമായി. മോനെ എന്ത് ഞാൻ കേൾക്കണത്? അതെ ഉമ്മ, ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ചെക്കപ്പിന് വേണ്ടിയിട്ടേ. ഓ അങ്ങനെ, ഞാൻ വിചാരിച്ചു മോൾക്ക് ഡേറ്റും തെറ്റിയില്ലല്ലോ. ശരിക്കും ആ ഉമ്മ അത് എങ്ങനെയോ ചോദിച്ചതാണ്, ഒരിക്കൽ പോലും അവൾക്കത് ഉണ്ടാവില്ല എന്ന് അറിയാമായിരുന്നു. എങ്കിലും ഉമ്മയുടെ സമാധാനത്തിന്, അല്ല മോളെ എന്താ എങ്ങോട്ട് പോയത് ഉമ്മ? അവൾ ഉമ്മയെ പിടിച്ച് കരഞ്ഞു. എന്താ ഇവളെന്തിനാ കരയുന്നത്? ഏയ് അവളൊന്നുമില്ല, അവള് ഒരു പക്ഷേ എന്തെങ്കിലും ആയിരിക്കും. എന്നാൽ ബുഷി കരയുന്നത് കണ്ട് അവൻക്കും സങ്കടം വന്നു. അവൻ റൂമിൽ കയറി. അപ്പോഴേക്കും ബുഷി അങ്ങോട്ട് വന്നു. ബുഷി നീ എന്താ കരയുന്നത്? ബുഷി നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് കഴിവില്ലാത്ത ആളായിപ്പോയി. അല്ലെങ്കിൽ ഇതിനൊന്നും നമ്മൾ നിൽക്കേണ്ടില്ലായിരുന്നു. പക്ഷേ സിനാൻ ഡോക്ടർ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അനുസരിക്കാതെ വിട്ടു പോകുന്നത് ശരിയായില്ല. ബുഷി ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഏതായാലും കുഞ്ഞുങ്ങളെ തരാൻ നിനക്ക് കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി മാത്രമേ ആലോചിക്കാൻ ഓപ്ഷനുള്ളൂ. അല്ലാതെ ഒന്നും പറ്റില്ല മോളെ. നിനക്കെന്താ വിഷമമുണ്ടോ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്? ഇക്ക സിനാൻ ഡോക്ടറെ അടുത്തേക്ക് ഞാൻ പോവില്ല. അതെന്താ മോളെ? സിനാൻ ഡോക്ടറാണോ ഇതൊക്കെ ചെയ്യുന്നത്? അല്ല, അത് വേറെ ഡോക്ടർ സിസ്റ്റർമാരൊക്കെ ആയിരിക്കും. ജസ്റ്റ് അദ്ദേഹം അതിൻ്റെ ഒരു രൂപകൽപ്പന പറഞ്ഞെന്ന് മാത്രം. ഇക്ക സിനാൻ ഡോക്ടർ അല്ലെങ്കിൽ ഞാൻ തയ്യാറാണ്. അതെ, സിനാൻ ഡോക്ടറുള്ള അവിടേക്ക് ഞാൻ പോവില്ല. എന്താ മോളെ, അവന് നിൻ്റെ ഒരു ഇത് വെറുതെ ഒന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും നീ ഇത്രമാത്രം അവന് വെറുക്കാം? ഇക്ക സിനാൻ ഡോക്ടർ കൂടെ ഞാനില്ല, ഒന്നിനും ഡ്യൂട്ടിക്കും ഒന്നിനും. അവൾക്ക് സിനാനെ അങ്ങേയറ്റം വെറുത്തിരുന്നു. കാര്യം മറ്റൊന്നും കൊണ്ടുമല്ല, രണ്ട് കാര്യങ്ങളാണ് അവൻ്റെ അടുത്തുനിന്ന്. അവൻ എന്തൊക്കെയോ അനാവശ്യങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അവൻ ഷാമിലിനെ കുറിച്ചും വേണ്ടാത്തതെല്ലാം പറഞ്ഞു. അതുകൊണ്ട് തന്നെ സിനാൻ അവൾക്ക് വളരെയധികം ടെൻഷനായിരുന്നു. എന്നാൽ ഈ സമയം അതാ അൻഷിഫിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ. ആ സിനാൻ. ആ അല്ലടാ, എന്തായി? അവളുടെ മനസ്സെന്താ അങ്ങനെ? അവൾ തീരെ പോരാട്ടോ. നിനക്കൊരു കുഞ്ഞുണ്ടായി കാണാനൊന്നും അവൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതേ, അവൻ്റെ മനസ്സിൽ മറ്റവനാണ്. മറ്റവൻ്റെ കൂടെ ജീവിച്ച് അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം. അല്ലാതെ നിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാമെന്നും അവൾക്ക് താല്പര്യമില്ലടാ. അതുകൊണ്ടല്ലേ എഴുന്നേറ്റ് പോയത്. അൻഷീഫ്, നീ ഇത്രക്കൊരു പെൺകോന്തനാവരുത് കേട്ടോ. കുറച്ചൊക്കെ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം, ഓക്കെ. പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ നിൻ്റെ സപ്പോർട്ടാണ് വേണ്ടത്. അതായത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിക്കാല് കാണാമെന്നുള്ള ആഗ്രഹം, അത് സാക്ഷാത്കരിക്കാനേ അത് നീ തന്നെ മെനക്കിടേണ്ടി വരും. അതല്ലെങ്കിലേ മറ്റവൻ വന്ന് അടിച്ചുകൊണ്ട് പോയിട്ട് ഗർഭിണിയാക്കി വിട്ടിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? ശരിക്കും അതാ സിനാൻ്റെ വാക്കുകൾ കേട്ട ഡോക്ടറിന് വല്ലാത്തൊരു വിഷമം തോന്നി. അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ ഞങ്ങൾ വൈകാതെ വരും. അതെ, വരുന്നതിന് മുമ്പ് മറ്റവനുണ്ടല്ലോ, മറ്റവൻ്റെ കൂടെ പ്ലാനിങ് ആണ് അവളുടെ, വേറൊന്നുമല്ല. അതാണ് മടി. നിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടമല്ലാന്ന്. അതെ, നിർബന്ധിച്ച് കൂടെ കൊണ്ടുവരണം. മനസ്സിലായല്ലോ? ആ ഓക്കെ ഓക്കെ. എന്നാൽ ശരിക്കും അതാ അൻഷിഫിന് വല്ലാത്തൊരു ടെൻഷൻ. കാര്യം ഒരു ഭാഗത്ത് ഭാര്യ ടെൻഷനായിരിക്കുന്നു, മറുഭാഗത്ത് സിനാൻ്റെ ഓരോ ചോദ്യങ്ങളും ഓരോ പ്രവൃത്തികളും. എന്താ ഞാൻ ചെയ്യാൻ കഴിയുന്നില്ല. സിനാൻ പറഞ്ഞ കാര്യം ഒരുപക്ഷെ അവൾക്ക് ആ ഷാമിലുമായി ബന്ധമുണ്ടായത് കൊണ്ടാണോ അവൾ ഇതിനൊന്നും സമ്മതിക്കാത്തത്? എങ്കിലും അതാ അവൻ ബുഷിയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, ബുഷി എൻ്റെ മോളെ, നീ എന്തെങ്ങനെ? അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിന് എനിക്ക് താല്പര്യമില്ലേ? സത്യം പറ മോളെ, സത്യം പറ. ഹിക്ക ഇതൊക്കെ ചതിയായിരിക്കും, എന്തെങ്കിലും ചതി. എന്താ മോളെ ബുഷി നീ പറയുന്നത്? എന്ത് ചതി? ഇക്ക എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതൊന്നുമില്ല, സാരമില്ല. ഇൻഷാ അല്ലാ നമുക്ക് രണ്ടാൾക്കൊരു കുഞ്ഞെന്നുള്ളത് നമ്മുടെ സ്വപ്നമല്ലേ. പിന്നെ ഞാൻ വന്നപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. അതെ സർ, അതൊരിക്കലും സിനാൻ അവിടെ ഉള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇക്ക സിനാനുള്ള സ്ഥലത്തേക്ക് ഞാനില്ല. അങ്ങനെ, അത് കുഴപ്പമില്ല, നമുക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ അത് ബുഷിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. എൻ്റെ പെണ്ണിങ്ങനെ കരയല്ലേ, മോളുടെ ഇഷ്ടത്തിനൊക്കെ ഞാൻ നിൽക്കുമല്ലോ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതെ, എന്തായിരിക്കും ഇനി സിനാനുള്ളിടത്തേക്ക് അവളില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹവുമുണ്ട്. പക്ഷേ സിനാൻ വരുമോ എന്നുള്ള ആ ഒരു ഭയം അവളെ അലട്ടിക്കൊണ്ടിരുന്നു.
എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.